ജാതി പറഞ്ഞ് രക്ഷപ്പെടുന്ന കൊടും ക്രിമിനലായി മാറിയിരിക്കുകയാണ് വേടൻ ആദ്യം കഞ്ചാവ് കേസിൽ പ്രതിയാകുന്നു, ഇപ്പോൾ പീഡന കേസിൽ പ്രതിയാകുന്നു. ആ പീഡനവുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ, ആ പെൺകുട്ടിയുടെ മൊഴി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ക്രൂരമായ പ്രവൃത്തികളാണ് വേടൻ ചെയ്തിരിക്കുന്നത്. ഈ പിണറായി സർക്കാരെല്ലാം 4ാം വാർഷികത്തിൽ വിളിച്ച് വലിയ രീതിയിൽ സ്വീകരണം നൽകുന്നത് കണ്ടു ചില മാധ്യമങ്ങളെല്ലാം അങ്ങ് ആഘോഷിക്കുകയാണ്. വേടൻ കണ്ടോ ഇരയാണ്, ഇപ്പോൾ ആരാണ് അല്ലേ, യഥാർത്ഥ ഇര ആരാണെന്നും യഥാർത്ഥ ഇരയുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ വേടൻ ഒരു വീണ് കിട്ടിയ സൗഭാഗ്യം പോലെ ഈ സർക്കാരും ചില മാധ്യമങ്ങളും പിന്നെ ചില വിധ്വംസക ശക്തികളുമൊക്കെ ആഘോഷിച്ചിരുന്നു. വേടനെ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു, അല്ലേ? എന്താ പറയണ്ടേ, വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചപ്പോൾ, മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ആ കുറ്റത്തിനെതിരെ പോലീസ് കേസെടുത്തപ്പോൾ അത് പിണറായിയുടെ പോലീസാണ്, CPM നേതൃത്വത്തിലുള്ള LDF സർക്കാർ ഭരിക്കുന്ന കാലത്തെ പോലീസാണ്. എന്നിട്ട് പോലും ആ പോലീസിന് പുറത്ത് സംഘി ചാപ്പ കുത്താനാണ് മാധ്യമങ്ങൾ തുനിഞ്ഞിറങ്ങിയത്. രാപകൽ, അതായത് ഇടവേളയില്ലാതെ ഓവർ ടൈം ചെയ്ത് മാധ്യമങ്ങൾ പണിയെടുത്തു. അല്ല, ഇനിയെങ്കിലും മാധ്യമങ്ങൾ പറയുമോ ഇദ്ദേഹം ഒരു ക്രിമിനലാണ്, ക്രിമിനൽ പശ്ചാത്തലം അങ്ങനെ പറയേണ്ടി വന്നിരിക്കുന്നു. ആ മൊഴി വളരെ കൃത്യമാണ്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് അങ്ങനെ കഞ്ചാവ് കൈവശം വെച്ച ഒരാളെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോയി നമ്മുടെ ഈ ഇടത് സർക്കാർ. വലിയ പുരോഗമനം പറയുന്ന, നവോത്ഥാനത്തിൻ്റെ കുത്തക കൈവശം വെച്ചിരിക്കുന്ന ഈ ഇടത് സർക്കാർ ഈ പറയുന്ന ഒരു മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കപ്പെട്ട, അതും ഇയാളുടെ പാട്ടും കവിത എന്നൊക്കെ പറഞ്ഞാൽ പച്ച തെറിയാണ് അതിനകത്തുള്ളത്. അത്തരം തെറി പദങ്ങൾ നമ്മുടെ സർവകലാശാലകളുടെ സിലബസിൽ ഉൾപ്പെടുത്താനുള്ള ധൈര്യം പോലും ഈ സർക്കാർ കാണിച്ചു. അതാണ് ഏറ്റവും വലിയ. എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് സമൂഹത്തിന് ഉണ്ടാകുക, സർക്കാരെ നിങ്ങൾക്കുണ്ടാകുക എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്. അങ്ങനെ അതുപോലും സിലബസിൽ ഉൾപ്പെടുത്തി. അതിപ്പോൾ കോടതിയിൽ നിന്നൊക്കെ നല്ല തിരിച്ചടി അതിന് കിട്ടി. കോടതികൾക്ക് വെളിവുണ്ട്, ഇവരെ പോലെ അല്ല. അതുകൊണ്ട് സിലബസിൽ നിന്ന് അതൊക്കെ തൂക്കിയെടുത്ത് ദൂരെ എറിഞ്ഞു കോടതി, അല്ലേ? മാനദണ്ഡങ്ങൾ പാലിക്കാതെ, നിയമം പാലിക്കാതെ, വകുപ്പും ചട്ടവും അനുസരിക്കാതെ തോന്നിയവാസത്തിന് ഈ പറയുന്നത് പോലെ വേടൻ്റെ കവിത എന്നും പറഞ്ഞാൽ അത് സിലബസിനങ്ങ് കയറ്റുകയാണ്. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമായി, സർക്കാരിൻ്റെ ചുവട് പിഴച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സർക്കാർ തെറ്റിൻ്റെ ഭാഗത്താണ് എന്ന് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഈ വേടനെതിരെ ഒരു ബലാത്സംഗ കുറ്റമാണിപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അത് ഒരു ഒരു ചെറുപ്പക്കാരിയായ യുവ ഡോക്ടർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അവർ കൊടുത്ത മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ മൊഴി അനുസരിച്ച് ഈ 2021 ഓഗസ്റ്റിൽ വെച്ചാണ്, 2021 ഓഗസ്റ്റിൽ കോഴിക്കോട് കോവൂരുള്ള ഫ്ലാറ്റിൽ വെച്ചാണ് ഇയാൾ തന്നെ റേപ്പ് ചെയ്തത്, ബലാത്സംഗം ചെയ്തത് എന്ന് ഈ യുവതി പറയുന്നു. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി. അങ്ങനെ 2023 മാർച്ച് വരെ നിരവധി തവണ നിരവധി സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ഈ യുവ ഡോക്ടറുടെ മൊഴി. തന്നെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. ഈ ആദ്യത്തെ തവണ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, ക്ഷമിക്കണം, ഇത് ഞാൻ വിവാഹം ചെയ്തുകൊള്ളാം, ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് തന്നെ ആശ്വസിപ്പിക്കുകയും തൻ്റെ പരാതിയെ അങ്ങനെ അങ്ങ് ഒഴിവാക്കുകയും ചെയ്തു. അതിൽ ആ പെൺകുട്ടി കൃത്യമായി തന്നെ പറയുന്നുണ്ടല്ലോ, അനുവാദമില്ലാതെ കട്ടിലേക്ക് പിടിച്ചു തള്ളി, കിടക്കയിലേക്ക് പിടിച്ചു തള്ളി. ശരിക്കും അത് കൃത്യമായി ലൈംഗിക പീഡനം തന്നെയാണ്, ഒരു സംശയമില്ല, റേപ്പ് തന്നെയാണ്. അത് ഈ വകുപ്പും ചട്ടവും ഒക്കെ അനുസരിച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഇല്ല, എനിക്കെതിരെ കേസിനൊന്നും പോകരുത്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നെല്ലാം പറഞ്ഞാണ് ഇവർ അന്നത് കോംപ്രമൈസ് ആകുന്നത്. അപ്പോൾ ഈ യുവ ഡോക്ടർ അന്ന് ആ സമയത്ത് PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ PG ചെയ്തുകൊണ്ടിരുന്ന ആ യുവതി അതിന് വഴങ്ങി. എന്തായാലും ഇങ്ങനെ, മാത്രമല്ല ഇവർ സുഹൃത്തുക്കളാണ്, ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. തുടരെ മെസ്സേജ് അയക്കുമായിരുന്നു, ഫോണിൽ വിളിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പരിചയപ്പെട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നതാണ്. അപ്പോൾ തൻ്റെ ഫ്ലാറ്റിലേക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു വന്നതാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ എന്നുള്ള വ്യാജേന ഫ്ലാറ്റിലെത്തി അവിടെ വെച്ച്
ബലമായിട്ട് തന്നെ ഇങ്ങനെ ശാരീരികമായി വീഴ്ച തന്നോട് നടത്തുകയായിരുന്നു എന്നാണ് ഈ യുവതി കൊടുത്തിരിക്കുന്ന മൊഴി. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തായാലും നമുക്ക് ഉടൻ തന്നെ കാണാമല്ലേ ഈ ഇദ്ദേഹത്തെ പിന്തുണച്ച് ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ രംഗത്തിറങ്ങുന്നത്. അതെ അതെ കാരണം പറയും ഈ ജാതിയിൽ ജനിച്ച അതെ അതെ ഈ ജാതിക്കാരനായതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം. അതിന് ഒന്നാമത്തെ കാര്യം ഈ വേടൻ പട്ടികജാതിക്കാരനാണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? പറയുന്നത് പോലെ ഒരു ശ്രീലങ്കൻ തമിഴ് യുവതിക്ക് ജനിച്ചൊരു ശ്രീലങ്കൻ തമിഴ് യുവതിയാണ് ഇയാളുടെ അമ്മ. അപ്പോൾ ഈ പറയുന്നത് പോലെ ജാതി ഏതാണെന്ന് നിർണ്ണയിക്കപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. ഈ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഈ പറഞ്ഞ വേടൻ ഏത് വിഭാഗത്തിൽ പെടും എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലമുള്ള ആളാണ്. വളരെ ദുരൂഹമായി ഈ പറയുന്ന കണക്ക് പലപ്പോഴും കേരളം ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. ക്രിമിനലുകൾക്ക് വലിയ പ്രോത്സാഹനമാണ്. കൊടിസുനി ആയാലും ഷെറിനായാലും വേടനായാലും വിനായകനായാലും ഇത്തരം ക്രിമിനലുകൾക്ക് അങ്ങനെ വലിയ പ്രോത്സാഹനം കൊടുക്കുകയാണ്. അത് സർക്കാർ തന്നെ നേരിട്ട് കൊടുക്കുകയാണ്. എന്നാൽ അതേസമയം നിരപരാധികളെ വേട്ടയാടുന്നതിലോ അതിന് യാതൊരു മടിയുമില്ല. പോലീസിനെ ഏറ്റവും മോശപ്പെട്ട, അതായത് ഈ നമ്മുടെ കേരളം രൂപീകരിച്ചതിന് ശേഷം പോലീസ് ഇത്രയും പോലീസിൻ്റെ നിലവാരം താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ 10 വർഷമാണ്. പ്രത്യേകിച്ച് ഈ രണ്ടാം ടൈമിൽ 2021 ശേഷം ഈ പറഞ്ഞതുപോലെ വലിയ ഒരു നിലവാര തകർച്ച കേരളത്തിലെ പോലീസിനും അതുപോലെ ഈ ക്രിമിനൽ എന്താ പറയുക ലോ ആൻഡ് ഓർഡർ. കേരളത്തിൽ മറ്റൊരു സംഭവമുണ്ട്. ഇനി ഇത്തരം കേസ് വന്നതിന് ശേഷം കിടക്കപ്പുറത്ത് ഇല്ലാത്തത് സുരേഷ് ഗോപിക്കായിരിക്കും. ഈ വേടന്റെ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ പുലിപ്പല്ലുമായി ഒരു വിവാദം, അതും സുരേഷ് ഗോപിക്കായിരുന്നു പണി കിട്ടുന്നത്. അപ്പോൾ മറ്റൊരു വേടനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുമോ എന്നുള്ളത് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി കോഴിക്കോടേക്ക് പോയപ്പോഴാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപിയും പ്രതി ചേർക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചുറ്റിപ്പോവുകയുള്ളൂ. എന്തായാലും ഈ പറഞ്ഞ 2023 ഇതിനൊരു തുടർച്ചയുണ്ട്. ഈ 23 മാർച്ച് വരെ ഇങ്ങനെ പലപ്പോഴായിട്ട്, മാത്രമല്ല ഇയാൾ വലിയ തോതിൽ ഈ ഡോക്ടറുടെ കയ്യിൽ നിന്ന്, ഈ യുവതിയുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങിയിട്ടുണ്ട്. ഇയാളുടെ പരിപാടികൾക്ക്, ഇയാളുടെ പിന്നെ ചില ഔദ്യോഗിക ആവശ്യങ്ങൾക്കെന്നൊക്കെ പറഞ്ഞ് 30,000-ലേറെ രൂപ വാങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത് ഇവരുടെ അക്കൗണ്ടിൽ നിന്നായിരുന്നു. അതിൽ തന്നെ ഏതാണ്ട് 8,500 രൂപയോളം ഇവർ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. പിന്നീട് ഈ പറഞ്ഞതുപോലെ നിരവധി തവണ ഇവർ പരസ്പരം സ്നേഹത്തിലായി. അങ്ങനെ ഈ എന്താ പറയുക വിവാഹ വാഗ്ദാനം നിലനിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും വേടനെ സംബന്ധിച്ച് ഇത് ആദ്യ കേസല്ല. ഇതിനു മുൻപും ഇതിനു മുമ്പും പെൺകുട്ടികളെ നശിപ്പിച്ച സംഭവങ്ങളുണ്ട്, അവരെ സ്പോയിൽ ചെയ്ത സംഭവങ്ങളുണ്ട്. പലരും പരാതിയായിട്ട് ഈ ഡോക്ടർ തന്നെ പറയുന്നു, മറ്റൊരു പെൺകുട്ടിയുടെ പരാതി ഞാൻ യൂട്യൂബിൽ കണ്ടതിന് ശേഷമാണ് ഇയാൾക്കെതിരെ പരാതി പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായത്. ഞാൻ വാസ്തവത്തിൽ ഈ 2023 മാർച്ച് കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് തകർന്നുപോയി. വിദ്യാഭ്യാസം പൂർത്തിയായി, ജോലി കിട്ടി, ജോലിയിൽ പ്രവേശിച്ചു. ആ സമയത്താണ് ഇയാൾ ഒഴിഞ്ഞു മാറിയത്. ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഈ സുഹൃത്തുക്കളുമായിട്ട് കൊച്ചിയിലെ ഫ്ലാറ്റിൽ വന്ന് പിന്നെ സംസാരിച്ചു. ഋഷി, ഡാപ്സി, അയൂബ എന്നിവരാണ് സുഹൃത്തുക്കൾ. ഇവരെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ ഫ്ലാറ്റിൽ വന്നാൽ ഇയാൾ 2-3 ദിവസം അവരോട് താമസിക്കും. താമസിച്ച് ആഘോഷിച്ച് തൻ്റെ ശാരീരിക ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് അവിടുന്ന് പോകുന്നത്. പക്ഷേ ഈ സുഹൃത്തുക്കളുമായിട്ട് അവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി. അതായത് മറ്റു പെൺകുട്ടികളോടൊത്ത് തന്നെ ബന്ധപ്പെടാൻ അനുവദിക്കുന്നില്ല, പ്രത്യേകിച്ചും ശാരീരികമായി ബന്ധപ്പെടാൻ ഈ ഡോക്ടർ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ബഹളം. അപ്പോൾ ഇയാൾ ഒരു ശരിയായി ഒരു ആരോഗ്യകരമായ മാനസികാവസ്ഥയുള്ള ആളാണെന്ന് തോന്നുന്നില്ല. ഒരു സൈക്കോ സ്വഭാവം പോലെയാണ് തോന്നുന്നത്. ഇങ്ങനെ ഈ അനേകം പെൺകുട്ടികളുമായിട്ട് ഇത്തരത്തിലൊക്കെ ഇടപെടുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, എന്താണ് അതിൻ്റെ ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അതുമൊക്കെ ഇനി ഈ ചില പ്രത്യേക ആൾക്കാർക്ക് അത്തരം കാര്യങ്ങളും പിന്നെ അവർക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. രാജ്യത്തെ നിയമമൊക്കെ അത്തരത്തിലുള്ളതാണോ ഇതുവരെ നമുക്കറിയില്ല. അദ്ദേഹം അടുത്ത് പറയും ഇത് ഞങ്ങളുടെ DNA ഇത് ഞങ്ങളുടെ DNA, മറ്റേ വേറെ ചിലതൊന്നും DNA യിലില്ല. പഠിക്കുന്നതും പഠിത്തവും അറിവ് നേടലും ജ്ഞാനസമ്പാദനവും ഒന്നും DNA യിലില്ല. പക്ഷേ ഇതൊക്കെ ഞങ്ങളുടെ DNA യിലുണ്ട്. എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യാനുള്ളത് ഞങ്ങളുടെ DNA യിലുണ്ട്. പിന്നെ അതിനെ ന്യായീകരിക്കാൻ നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർ, ചില രംഗത്ത് വലിയ പിന്നെ വിദ്വാൻമാരായ ആസ്ഥാന വിദ്വാൻമാരുണ്ടല്ലോ ഇവിടെ, അതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്
തലയും മുട്ടയടിച്ച് രംഗത്തിറങ്ങും അങ്ങനെയുള്ള ആൾക്കാർ. അവർ ഇതൊക്കെ ന്യായീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ സുഹൃത്തുക്കളുമായിട്ട് വന്ന് വലിയ വഴക്കുണ്ടാക്കി പോയി. അത് വലിയ മാനസികമായിട്ട് വലിയ പ്രശ്നത്തിലായിപ്പോയി ഡോക്ടർ. അവരെ കടുത്ത നിരാശ ബാധിച്ചു. അവർ ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് ചികിത്സ തേടി താൻ തിരിച്ചു വരികയും പിന്നീട് ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ മറ്റൊരു പെൺകുട്ടി വേടനെതിരെ പരാതി പറയുന്നത് കണ്ടപ്പോഴാണ് ഇനിയെങ്കിലും ഇയാളുടെ കയ്യിൽ ഇനിയെങ്കിലും നിരപരാധികളായ പെൺകുട്ടികൾ പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി താൻ ഇതൊക്കെ പറയുന്നത്. കൃത്യമായ തെളിവുകൾ തൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് ആ കുട്ടി മൊഴി അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ പിന്നെ വേടൻ തൻ്റെ ആദ്യ പ്രണയം എന്ന് പറഞ്ഞ് ചിലതൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഈ വീഡിയോകളിൽ. അതൊക്കെ ശുദ്ധ കളവാണ് എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഈ യുവതി മൊഴിയിൽ പറയുന്നുണ്ട്. ഇത് അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പോലീസ് ഇപ്പോൾ എന്തായാലും FIR ഇട്ട് കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യം. സാധാരണ ഈ പെൺകുട്ടിക്കെതിരെ കേസ് വരുമോ എന്നുള്ളതായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഈ പറയുന്നത് പോലെ ഒരു പിന്നെ പട്ടികജാതിയിൽപ്പെട്ട ഒരു യുവാവിനെ പീഡിപ്പിച്ചു എന്ന കുറ്റം ഈ പെൺകുട്ടിക്കെതിരെ ഉയരാതിരുന്നതാണ് എന്നെ സത്യത്തിൽ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നത്. പോലീസും സർക്കാരും ഈ വേടനോടൊപ്പം എല്ലായ്പ്പോഴും നിലനിന്നത് അങ്ങനെയൊക്കെയാണ്. വേടനെതിരെയല്ല, കഞ്ചാവ് കൈവശം വെച്ച വേടനെതിരെയല്ല കേസെടുത്തത്. ആ കഞ്ചാവ് പിടിച്ച എക്സൈസിനും പോലീസിനുമെതിരെയാണ് കുറ്റം ആരോപിക്കപ്പെട്ടത്. ഇവിടെ അങ്ങനെയൊക്കെയാണ് കേരളത്തിൽ ഇപ്പോഴങ്ങനെയൊക്കെയാണല്ലോ നിയമവാഴ്ച മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്നത് പോലെ ക്രിമിനൽ കുറ്റം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യാം, അതിനുള്ള അനുവാദമുണ്ട്. മറ്റു ചിലർക്ക് അതില്ല. അവർക്ക് ഈ പറയുന്നത് പോലെ IPCയും CRPCയും ഭാരതീയ ന്യായ സംഹിതയൊക്കെ അനുസരിച്ച് വേണം അവർ ജീവിക്കേണ്ടത്. അങ്ങനെ ഒരു കെട്ട കാലത്താണ്, ഒരു സത്യാനന്തര കാലത്താണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഈ വേടൻ്റെ ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.